ജയ് മാത. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. വേദാന്ത സാധനയും പഠനവും ഗുരുവിൻ്റെ ഉപദേശത്താൽ അനുഗ്രഹീതമാവണം എന്നമ്മ പറയുന്നു. ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ഗുരുവിൽ നിന്ന് ഉപദേശദീക്ഷ വാങ്ങി സാധന ചെയ്യുന്ന ശിഷ്യൻ ലക്ഷ്യത്തിലെത്തുന്നു. ഗുരുവിൻ്റെ അനുഗ്രഹം അഹങ്കാരത്തെ നശിപ്പിക്കുന്നു. ആദ്യമായി വേണ്ടത് ശിഷ്യന് ഗുരുവിൻ്റെ വാക്കുകളിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അതാണ് ആധ്യാത്മികതയിലേക്കുള്ള ആദ്യ പടി. ലൗകിക വിദ്യാഭ്യാസം കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ലഭിക്കുന്നു. എന്നാൽ ബ്രഹ്മവിദ്യ അഭ്യസിക്കാൻ ഗുരുവിന് ശരണാഗതി അടയുക തന്നെ വേണം. മനസ്സിനെ നിയന്ത്രിക്കാൻ ഗുരുവാക്യത്തിൻ്റെ ജ്ഞാനം കൊണ്ടേ കഴിയൂ. എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അതിൽ നിന്ന് രക്ഷിക്കാൻ ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് കഴിയും. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള മാർഗമാണ് ഗുരുവാക്യം. ആസക്തമായ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഉണ്ടാക്കുന്നതും ഗുരുവിൻ്റെ അനുഗ്രഹം തന്നെ. അമ്മയുടെ ഉപദേശം നിങ്ങൾക്ക് വഴികാട്ടിയായി ഭവിക്കുന്നു. അത് വെറും വാക്കല്ല, അത് മുക്തിയിലേക്കുള്ള മാർഗമാണ്. ഗുരുവിൻ്റെ ഉപദേശത്താൽ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ് ചെയ്യുന്നത്. അത് ശിഷ്യനിൽ ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാക്കുന്നു, ഉയർന്ന ചിന്താഗതി ഉണ്ടാക്കുന്നു. അമ്മയുടെ സങ്കല്പത്തിലേക്കുള്ള ശിഷ്യനായി നിങ്ങൾക്ക് ഉയരാൻ കഴിഞ്ഞാൽ നിങ്ങൾ അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കുന്നു. അവിടെ നിങ്ങൾ ഗുരുവിൻ്റെ ഉപദേശദീക്ഷയുടെ ഫലം അനുഭവിക്കുന്നു. അമ്മ നിങ്ങളുടെ വഴികാട്ടി മാത്രമല്ല, ലക്ഷ്യം കൂടിയാണ്. അമ്മയുടെ വാക്കുകളിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വിവേകത്തോടെ മുന്നോട്ട് പോവുക. ആചാര്യദേവോഭവ എന്ന വാക്യം ഗുരുവിൻ്റെ സ്ഥാനത്തെ കാണിക്കുന്നു. ആചാര്യൻ ഈശ്വരനാണ് എന്നാണ് അതിനർത്ഥം. ഗുരു മനുഷ്യരൂപത്തിലുള്ള ഈശ്വര ചൈതന്യമാണ്. വിവേകവും വിജ്ഞാനവും ഒരുപോലെ അനുഗ്രഹിച്ചരുളുന്നു ഗുരു. ശിഷ്യന്റെ അഹങ്കാരത്തെ നശിപ്പിച്ച് പരമപദത്തിലെത്തിക്കുന്നു ഗുരു. ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ച ഗുരു മായയെ ജയിച്ച ആത്മചൈതന്യമാണ്. ഗുരു മാത്രമേ ഓരോരുത്തർക്കും സ്വന്തമായുള്ളൂ. ഗു എന്ന വാക്കിനർത്ഥം ഇരുട്ട് എന്നാണ്. രു എന്ന വാക്കിനർത്ഥം വെളിച്ചം എന്നുമാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആ വിജ്ഞാനദായകനാണ് ഗുരു. ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, എനിക്ക് എന്ന് ആത്മസാക്ഷാത്കാരം ലഭിക്കും എന്ന്. ഗുരു പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്ന്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ശിഷ്യനിൽ ഒരു വിഷമം കണ്ട ഗുരു ചോദിച്ചു, എങ്ങനെ പോകുന്നു സാധന? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, എനിക്ക് എങ്ങനെ ഇപ്പോൾ ആത്മസാക്ഷാത്കാരം സാധിക്കും? അപ്പോൾ ഗുരു ചോദിച്ചു, അതെന്താണ്? എന്തു പറ്റി? എന്താണ് തടസ്സം എന്ന്? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, അങ്ങല്ലേ കുറച്ചു കാലം മുമ്പ് പറഞ്ഞത് അങ്ങ് മരിച്ചാലേ എനിക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കുമെന്ന്. അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, ഞാൻ പറഞ്ഞത് നിന്നിലെ ഞാൻ മരിക്കണം എന്നാണ്. അതായത് ഞാൻ എന്ന ഭാവം അല്ലെങ്കിൽ അഹങ്കാരം നശിച്ചാൽ മാത്രമേ ആത്മസാക്ഷാത്കാരം ഉണ്ടാകൂ. അഹങ്കാരമാണ് അജ്ഞാനം. അഹങ്കാരമാണ് നമ്മെ ഈ ലോകത്തോട് കെട്ടിയിടുന്നത്. നിങ്ങൾക്കും ഈശ്വരനും ഇടയിലുള്ള ഒരേ ഒരു മതിൽ അഹങ്കാരമാണ്. ഈ സംസാര ദുഃഖത്തിനാധാരം അഹങ്കാരമാണ്. ഞാൻ എന്ന ഭാവമാണ്. ആ അഹങ്കാരം നശിച്ചാൽ ഒരുവൻ ആത്മാവിനോട് ഐക്യം പ്രാപിക്കുന്നു, ഈശ്വരനോട് ചേരുന്നു, ഈശ്വരൻ തന്നെയായി മാറുന്നു. ഗുരുവിൻ്റെ കൃപ പോലും പ്രതീക്ഷിക്കാതെ ആയിരിക്കണം ശിഷ്യൻ ഗുരുവിനെ സേവിക്കുന്നത്. ഗുരുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങി ജീവിച്ചാൽ സ്വാഭാവികമായും അഹങ്കാരനാശം ഉണ്ടാകുന്നു. അതിലൂടെ ഗുരുകൃപയ്ക്ക് പാത്രമാവുന്നു. അവിദ്യാനാശം സംഭവിക്കുന്നു. ഗുരു സത്യമാണ്. ഗുരു ഈശ്വരൻ തന്നെയാണ്. ഗുരുവിൽ മറ്റൊരു ഞാൻ ഇല്ല. ഗുരു അഹങ്കാരമുക്തനാണ്. ഗുരുകൃപ കൊണ്ട് നേടുന്ന അറിവ് ഇരുട്ടിനെ നശിപ്പിക്കുന്നു. അങ്ങനെ
ഒരു ജീവൻ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നു. അമ്മ പറയുന്നു, ഗുരുവിനല്ലാതെ മറ്റാർക്കും ഒരു ജീവനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ ജീവനും സ്വന്തമായത് ഒന്ന് മാത്രം, ഗുരു. കാരണം ഗുരു മാത്രമാണ് മായയിൽ നിന്ന് രക്ഷിച്ച് മുക്തിയിലേക്ക് നയിക്കുന്നത്. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.